കഴിഞ്ഞ വർഷം റിലീസായ ഒരു ഹൊറർ കോമഡി സിനിമ ഞാൻ ഇന്നലെ കണ്ടു. ആക്ച്വലി ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ വേറെ റേഞ്ച് സാധനം തന്നെ. അങ്ങനത്തെ ഒരു സിനിമ, അടിപൊളി സാധനം എന്നുള്ളതാണ്. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടവരവിടെ പോയി കാണാം. സിനിമയുടെ പേര് ആബിഗെയിൽ എന്നാണ്. എടുത്തു പറയേണ്ടത്, ആബിഗെയിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുട്ടി, അതിന് ഇപ്പോൾ 15 വയസ്സ് എന്തോ ഉള്ളൂ. അലീഷ വേർന്നെന്തോണ് പേര്. എൻ്റെ മോനെ, എന്ത് ആക്ടിങ് ആണത്! ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ജീവിച്ച് കാണിക്കുകയാണ് എന്നുള്ളതാണ്. സിനിമയുടെ സ്റ്റോറി ആബിഗെയിലാണ്. ആബിഗെയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ കുറേ കിഡ്നാപ്പേഴ്സ് വന്നിട്ട് ഒരു പാവം കുട്ടീനെ, അതായത് ഭയങ്കര പൈസ ഉള്ളൊരു വീട്ടിലെ ഒരു 12 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് പൈസ ചോദിക്കാനായിട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് ഇവരൊരു വീടിനകത്ത് ഈ കുട്ടിയെ പൂട്ടിയിടുന്നു. ഇവരവിടെ ഉണ്ട്. അപ്പം ഇവരുടെ ബോസ് വീട് ലോക്ക് ചെയ്ത് പോവുകയാണ്. ഇവർ 24 മണിക്കൂർ കഴിഞ്ഞ് പൈസ ചോദിച്ച് പൈസ കിട്ടുമ്പോൾ കുട്ടിയെ ഇറക്കി വിടാമെന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരറിയുന്നില്ലായിരുന്നു ഇവർ ഈ പിടിച്ചുകൊണ്ട് പോയ കൊച്ച് ഒരു വാമ്പയർ കുട്ടിയാണെന്നുള്ളത്. അതൊരു വാമ്പയറാണ്. അത് ഈ 12 വയസ്സേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു വാമ്പയറാണെന്ന് ഇവർക്കറിയില്ല. ഇവർ പിന്നീടാണ് ഈ സാധനം റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. സാധനം വീട് ലോക്ക്ഡാണ്. ഒരു രീതിയിൽ ഇവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഈ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞവർ അതിനകത്തിരുന്ന് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അതായത് ഇത് വാമ്പയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു പിന്നെ അവിടെ അഴിഞ്ഞാട്ടമാണ് കാണിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കുട്ടി ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സാധനം കാണിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ട്രാൻസിഷനൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, അത് വേറെ റേഞ്ചാണ്. ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ബ്രൂട്ടൽ കില്ലിംഗ് ഒക്കെ നടത്തുന്ന ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഈ പറയുന്ന കുറച്ച് ഓക്കെ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇവരിത് ഡിസേർവിങ് ആണെന്ന് തോന്നില്ല. ആ ഒരു ക്യാരക്ടറിനോട് ഇഷ്ടം തോന്നും. ആബിഗെയിലിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സിനിമയിൽ ഞാൻ ആബിഗെയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന മറ്റേ പേടിച്ചൊരുന്നവരൊന്നുമില്ല. തുടക്കം തൊട്ടെടുക്കാൻ വരെ ആബിഗെയിലിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മാതിരി ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ കുട്ടി അലീഷ എന്തോ അഭിനയമാണ് ചെയ്തത്. അതിൻ്റെ കൂടെ കുട്ടി ബാലെ ഡാൻസ് ചെയ്യണം, അതിനിടയ്ക്ക് ഈ പറയുന്ന ഹൊറർ സാധനം കാണിക്കണം, വാമ്പയറിൻ്റെ സാധനം കാണിക്കണം. അതെല്ലാം പെർഫെക്റ്റായിട്ട് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. 1 മണിക്കൂർ 38 മിനിറ്റുള്ള സിനിമ. നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ ലയിച്ചിരുന്ന് കണ്ടു. ഒരു പക്ക എൻ്റർടൈനിങ് സാധനം. ഇതിനകത്ത് ആരെങ്കിലും രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതോ ഈ കുട്ടി എല്ലാത്തിനെയും തട്ടുമോ എന്നുള്ളതാണ് സിനിമയുടെ ആ ഒരു കോർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഇത് എന്താണ് സംഭവം എന്ന് ഇവർ തന്നെ റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഒരു കിടിലൻ വാമ്പയർ പടം, നമ്മളിങ്ങനെയുള്ള വാമ്പയർ പടം യൂഷ്വലി കാണാറുള്ള വാമ്പയർ സിനിമ പോലെയാണ്. ഇത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ കണ്ടത് സിന്നേഴ്സാണ് വാമ്പയർ സിനിമ എന്നുള്ള രീതിയിൽ. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അത് വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന സിനിമ, ഇത് വേറെ രീതിയിൽ നിൽക്കുന്ന സിനിമ. ഇതൊരു എൻ്റെ ഡിഫറൻറ്റ് സിനിമയാണെന്നുള്ളതാണ്. ഭയങ്കര രസം. നമ്മളിങ്ങനെ ഇരുന്ന് ഒന്നും ചിന്തിക്കാതിരുന്ന ഈ സിനിമയെ മാത്രം ആലോചിച്ച് അവർ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് കാണുന്നു. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ഉള്ള കിടിലൻ സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി എന്നുള്ളതാണ്. തിയേറ്ററിലാണെങ്കിൽ വേറെ ലെവലായിരുന്നേനെ. ഒരു അടിപൊളി പടം. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. സിനിമയുടെ പേര് മറക്കണ്ട, ആബിഗെയിൽ.